ക്രിക്കറ്റും ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ നാളുകൾക്ക് മുമ്പ് ജനിച്ച് വീഴുന്ന സമയം മുതൽ ക്രിക്കറ്റ് നമ്മുടെ വീടുകളിൽ കളിച്ചുകൊണ്ട്, അതായത് മടൽ വെട്ടിയായിരുന്നു ബാറ്റ് ഉണ്ടാക്കി നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെ ആർക്കും കളിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ബാറ്റ് പെട്ടെന്ന് കിട്ടും. ഓലമടൽ വെട്ടി ബാറ്റാക്കി അത് നമ്മൾ വളരെ വിദഗ്ധമായ രീതിയിൽ ചെയ്യുമായിരുന്നു. സ്റ്റെമ്പും ഓലമടല അങ്ങനെ കളിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ മോഡൽ സ്കൂളിലായിരുന്നു. ഞങ്ങൾ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ, ഈ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള തൈക്കാട് മൈതാനത്ത് വന്നായിരുന്നു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിലും കളിക്കുമായിരുന്നു. സ്കൂളിൽ കളിക്കുമ്പോൾ 5ാം ക്ലാസ് മുതൽ ക്രിക്കറ്റ് അവിടെ കളിക്കുന്ന സമയത്ത് നമ്മൾ ചോക്ക് വെച്ചാണ് വരയ്ക്കുന്നത്. സ്റ്റെമ്പ് മതിലിൽ വരച്ചിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ടെന്നീസ് ബോൾ. അതെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കോച്ചിങ്ങിന് പോകുന്നത്. ഗണേഷ് എന്ന് പറഞ്ഞ കോച്ചായിരുന്നു അദ്ദേഹം ഇപ്പം കരമനയിൽ താമസിക്കുന്നത്. അപ്പം ഗണേഷ് അദ്ദേഹം താമസിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ താഴെയായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്നാണ് ആദ്യമായിട്ട് പഴയ പ്ലേയേഴ്സൊക്കെ വന്ന് കളിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്ത് ഒരു കോച്ചിങ്ങിനായിട്ടൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പോയി എത്രയോ ദിവസം അന്ന് പഴയ നമ്മുടെ മോഹൻദാസ്, പ്രേംനാഥ്, ഗോഡ്വിൻ, അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ അവരുമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. സ്കൂളിൽ പഠിക്കുന്ന ഇവിടെ മോഡൽ സ്കൂളിൽ ഞാൻ സ്കൂൾ ടീമിലുണ്ടായിരുന്നു. രാജേഷ് ആയിരുന്നു ക്യാപ്റ്റൻ. ഇപ്പോഴത്തെ നമ്മുടെ രമേശ് പട്ടോടി രാജേഷ് ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ. ഞങ്ങൾ ട്രിവാൻഡ്രം സ്കൂൾസ് കളിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ടച്ച് വിട്ടിട്ട് എൻ്റെ ഇൻട്രസ്റ്റ് ടേബിൾ ടെന്നീസിലായി. ഞാൻ ടേബിൾ ടെന്നീസ് നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനായിരുന്നു നമ്മുടെ കോച്ച്, കൃഷ്ണമൂർത്തി സാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയില്ല. നന്ദുവിൻ്റെ അച്ഛൻ പഴയ ടേബിൾ ടെന്നീസിനെ കോച്ചായിരുന്നു, സ്പോർട്സ് കോച്ച്. അപ്പോൾ അവിടെ കുറേ നാൾ ടേബിൾ ടെന്നീസ് കളിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ക്രിക്കറ്റ് നമ്മൾ കളിക്കുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് നമ്മുടെ ഒരു പാഷനാണ്. ക്രിക്കറ്റ് മാച്ച് എന്ന് ഇവിടെ വന്നാലും അന്ന് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ രഞ്ജി ട്രോഫി മാച്ച് മാത്രമാണ് വരുന്നത്. വേറെ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഇന്റർനാഷണൽ. അന്ന് സിലോണാണ് ടീം, ശ്രീലങ്കയല്ല, സിലോണിൻ്റെ ടീമുമായിട്ടുള്ള കളിയുണ്ടായിരുന്നു. അന്ന് രഞ്ജി ട്രോഫിയിൽ ഓപ്പൺ ചെയ്യുന്നത് OK രാംദാസും അശോക് ശേഖറും, രണ്ടുപേരാണ് അന്ന് ഓപ്പൺ ചെയ്തത്. അന്ന് ഓപ്പണിംഗ് ബോളർ മുഹമ്മദ് ഇബ്രാഹിം, പിന്നെ ഒരു SK പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. തലശ്ശേരിക്കാരായിരുന്നു കൂടുതലും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് കാണാനായിട്ട് ഞങ്ങൾ 3 ദിവസം ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് എടുക്കാനൊക്കെ വലിയ പ്രയാസമാണ്. സീസൺ ടിക്കറ്റ് 3 ദിവസമാണ് രഞ്ജി ട്രോഫി എന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു വലിയൊരു ഓർമ്മകളാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഞാനും പ്രിയനും ലാലും ഒക്കെ ഇവിടെ ഈ തൈക്കാട് മൈതാനത്ത് ഇഷ്ടംപോലെ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളതാണ്. എനിക്ക് നന്ദു അവിടെ തന്നെ കളിച്ചത്. ഇപ്പം നന്ദുവിൻ്റെ വീടുകളായിരുന്നു. അപ്പോൾ ക്രിക്കറ്റും സിനിമയും നമ്മുടെ ഏറ്റവും പാഷനായിട്ടുള്ളൊരു കാര്യങ്ങളായി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ക്രിക്കറ്റ് വിട്ടിട്ട് സിനിമയിലോട്ട് മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു കളിക്കാരനായിട്ട് എന്തെങ്കിലും ഒതുങ്ങുമായിരുന്നു. സിനിമയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വളരെ അഗ്രസീവായിട്ട് നമ്മൾ സിനിമ നിർമ്മിക്കാൻ തുടങ്ങി. സിനിമ നിർമ്മാണമാണ് പണ്ട്. ഇപ്പം അഭിനയം തുടങ്ങി. അന്നേ അഭിനയിച്ചാൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നു. എന്ന് വെച്ചാൽ ഉണ്ടാക്കിയ കാശ് മുഴുവൻ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ കാശ് കളഞ്ഞിട്ടുണ്ട് ഈ സിനിമ എടുക്കാൻ നടന്നിട്ട്. അന്നേ അഭിനയിക്കാറുണ്ടെങ്കിൽ ഇനി എത്രയോ പടങ്ങൾ അഭിനയിക്കാറ്. പ്രിയൻ ഇപ്പോൾ 90 പടം അഭിനയിച്ച് ഇത് കഴിഞ്ഞു, 95 പടം കഴിഞ്ഞു. അപ്പം 98. അപ്പോൾ അതിലൊരു 50 പടത്തിലെങ്കിലും എനിക്ക് അഭിനയിക്കാം. 50-60 പടത്തിൽ ഹിന്ദി പടം ഒഴിച്ച് ബാക്കി എല്ലാ പടത്തിലും എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? അതിൽ ലാലിൻ്റെ കൂടെ എത്രയോ പടങ്ങളിൽ അഭിനയിക്കും. പക്ഷെ അന്നൊന്നും അഭിനയിക്കാൻ തോന്നില്ല. 2019 ഒരു സിനിമ വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഒക്കില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി സച്ചി, നമ്മുടെ അരുൺ ഗോപിയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. ദിലീപും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ചുമ്മാ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി അഭിനയിച്ചാണ്. അപ്പോൾ പിന്നെ ശരി ചെയ്യാൻ തോന്നി, ചെയ്തു, കുഴപ്പമില്ല. അപ്പം ഇപ്പം തോന്നുന്നു ശരിക്കും അത് മതിയായിരുന്നു. പണ്ടേ തുടങ്ങിയിരുന്നെങ്കിൽ സിനിമ തന്നെ നിൽക്കായിരുന്നു, അഭിനയമായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ നമ്മുടെ തലയിലെടുത്ത് സിനിമ പിടിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ സിനിമയോടായി നമ്മുടെ താല്പര്യം വന്നു. കല്യാണം കഴിച്ചത് സിനിമയിൽ നിന്ന്, മക്കളും സിനിമയിൽ. മൂക്കയാളും മക്കള് രണ്ടും സിനിമയിലാണ്. മൂത്തയാളും സിനിമയിലാണ്, ഇളയാളും സിനിമയിലാണ്. അപ്പം സിനിമ നമ്മുടെ വീട്ടിലെ ഒരു
പറയാൻ പോലെ സിനിമയിൽ നമ്മുടെ ജീവിതമായിട്ട് അങ്ങനെ ഉരുത്തിരിഞ്ഞ് നടക്കുകയാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ എല്ലാ ഭാഷയിലും അഭിനയിച്ചു. സൗത്ത് ഇന്ത്യയിൽ കീർത്തി മിക്കവാറും എല്ലാം കന്നഡ വെച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞു, ഹിന്ദിയിലോട്ടും എത്തി അഭിനയിക്കുന്നുണ്ട്. അപ്പം സിനിമയായി നമ്മുടെ ജീവിതം. അപ്പം പിന്നെ ക്രിക്കറ്റ്, ഈ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റാണ് അവർക്കും വന്നിരിക്കുന്നത്. ക്രിക്കറ്റ് പപ്പിക്കൊന്നും ക്രിക്കറ്റ് കാണാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴാണ് ഈയിടെ കുറേ കാലമായിട്ടാണ് നമ്മൾ ഈ ക്രിക്കറ്റ് കണ്ട് അത് മനസ്സിലാക്കി ഇപ്പം അതിന് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ സിനിമ മാത്രമല്ല ക്രിക്കറ്റും വലിയ താല്പര്യമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ച് നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നമ്മുടെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഓവറും കാര്യങ്ങളും. അതിനു മുമ്പ് അപ്പം നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ഈ മൊബൈലിൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജയിക്കുമെന്ന് നമ്മളെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് ആ ബോൾ സിറാജ് എറിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മളവിടെ എല്ലാം വല്ലാതെ നമ്മൾ അങ്ങ് സന്തോഷിച്ച് ഒരു നിമിഷമാണ്. അത്ര ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിനെ കുറിച്ച് ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്നു ഇപ്പോൾ കളിച്ചത്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയും നമ്മുടെ ഇവരും ഒക്കെ റിട്ടയർ ചെയ്ത് പോയിട്ടും നമുക്ക് അതുപോലുള്ള ചെറുപ്പക്കാർ വീണ്ടും ഈ ക്രിക്കറ്റിൽ വന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ അവരുമായിട്ട് ഈക്വലായിട്ട് പോയെങ്കിൽ കൂടി നല്ല രീതിയിൽ കളിച്ച് എല്ലാ ടെസ്റ്റും നമ്മൾ തോറ്റ ടെസ്റ്റ് ആണെങ്കിലും ജയിച്ച ടെസ്റ്റ് ആണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ക്യാപ്റ്റൻസിയൊക്കെ വളരെ ഗംഭീരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനായിട്ട് ഗില്ലിന്. അപ്പോൾ ക്രിക്കറ്റ് എന്നും നമ്മൾ സിനിമ ഉണ്ടെങ്കിലും ക്രിക്കറ്റ് എന്നും നമ്മുടെ രക്തത്തിലൂടെ ഒഴുകുന്ന ഒരു സംഭവമാണ്. അത് ഒരിക്കലും നമുക്ക് വിട്ടുപോകില്ല. എന്തായാലും ഇവിടെ വന്നു. ഇത് എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് സൺലൈനെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്കത് വലിയ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വലിയൊരു സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. ഇപ്പോൾ ഞാനുണ്ട്, ഷാജിയുണ്ട്, ലാലുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാകോടാന്ന് വിളിക്കുന്ന ഒരു സൗഹൃദമായതുകൊണ്ട് ഇതിനൊരു ഈ അഭിനയിക്കുമ്പം ഒരു വേർതിരിവ് തോന്നാറില്ല. അത് ഒരു വലിയൊരു സുഖമായിരുന്നു. എന്തായാലും ഇതൊരു നല്ല രീതിയിൽ ഇത് പോട്ടെ. ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷന് എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ ലീഗ് ഗംഭീരമാക്കി കൊണ്ടുവരണം. അത് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു IPL പോലെ ഒരു നല്ലൊരു ഉയരത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു സോ മച്ച്.